ഗൈസ് മുത്തശ്ശി എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ആരും മുത്തശ്ശിയെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ട് എന്നെ ചതിക്കരുത് ഗൈസ്. ഓക്കെ മുത്തശ്ശി, അപ്പൊ ബൈ ഗൈസ്. അപ്പൊ നമുക്കിനി അടുത്ത ആളെ കാണാം. അയ്യോ, ദേവിക്ക് ചാർത്താനുള്ള മാല കിട്ടിയില്ലല്ലോ. ദുർഗേ, ദുർഗേ മോളെ. ദേ വരുന്നു മുത്തശ്ശി. ഇതാണ് എന്റെ പ്രിയപ്പെട്ട ചേച്ചി. ചേച്ചിയാണ് ഈ വീടിന്റെ ശ്വാസം ഗൈസ്. നിങ്ങളെ കാണുന്ന എല്ലാ അലങ്കാരങ്ങളും ചെയ്തതും എന്റെ ചേച്ചി തന്നെയാണ് ഗൈസ്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും എന്റെ ചേച്ചി തന്നെയാണ് ഗൈസ്. കുറച്ച് പണിയുള്ളത് കാരണം എന്റെ ചേച്ചി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ളവരുടെ വിശേഷങ്ങളൊക്കെ നോക്കാം. കമോൺ ഗൈസ്. മുത്തശ്ശി, നീ എവിടെയായിരുന്നു മോളെ? ഇങ്ങതാ. വാണി ദേവി സുനില വേണു സുഭഗേ വാണി രവാം കൈത്തൊഴാം. ഗൈസ്, ഇനി നമുക്ക് എന്റെ അച്ഛനെ പരിചയപ്പെടുത്തി തരാം ഗൈസ്. കമോൺ ഗൈസ്, മീറ്റ് മൈ ഡാഡ് മിസ്റ്റർ ദേവരാജൻ. കമോൺ ഗൈസ്, നമുക്ക് കുറച്ച് നേരം അച്ഛൻ്റെ അടുത്തിരിക്കാം. അച്ഛാ, ഒരു ഹായ് പറഞ്ഞേ. എന്റെ ലക്ഷക്കണക്കിന് ആരാധകർ കാണുന്നതാ. ഇങ്ങനെ കാണിച്ചേ, ചിരിച്ചോ. ഇനി നമുക്ക് അടുത്തേൽ കാണാം. കമോൺ ഗൈസ്, ഇനി അടുത്തത്. കമോൺ മോളെ ദുർഗേ, കാപ്പിയായില്ലേ? ഇപ്പൊ എടുക്കാച്ചാ. അച്ഛാ, ദാ കോഫി. മോള് രാവിലെ പോവാൻ റെഡിയായോ? ആ, സ്കൂളിൽ പോയി കിരണിനെയും കുട്ടികളെയൊക്കെ കണ്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വരാന്ന് കരുതി. കിരൺ ഇവിടെ ഇല്ലേ? ആ, കുറച്ചു മുന്നേ പോകുന്ന കണ്ടു. എന്നാ മോള് പോയിട്ട് വാ. ശരി അച്ഛാ. താൻ എങ്ങോട്ടേ പോകുന്നേ? ബാലൻസ് എന്നിട്ട് പോ. സാർ 60 രൂപയെ തന്നത്. അതെ, മീറ്ററിൽ 58 ബാക്കി 2 രൂപയില്ലേ? 2 രൂപയ്ക്കൊക്കെ ഞാൻ എവിടെ പോകാനാ സാറേ? അല്ലെങ്കിൽ തന്നെ ഇക്കാര്യത്തിൽ 2 രൂപയ്ക്ക് എന്ത് കിട്ടാനാ? 2 രൂപയ്ക്ക് കിട്ടുന്ന പലതും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതുപോലെ 10 2 രൂപ കൂടുമ്പോ 20 രൂപയില്ലേ? 20 രൂപയ്ക്ക് ഒന്നും കിട്ടില്ലാന്ന് തോന്നുന്നുണ്ടോ? കിട്ടും. കേരള സംസ്ഥാനം മൊത്തത്തിൽ കിട്ടും. അത് ചേട്ടൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലേ? ഇതൊരു തലവേദനയായല്ലോ. 5 രൂപയുണ്ട്, ഇത് സാറ് വെച്ചോ. ഇനിയെങ്കിലും എനിക്ക് പോവാലോ. വളരെ നന്ദിയുണ്ട് സാറേ. നിക്ക്. അങ്ങനെ തന്റെ ഔദാര്യൊന്നും എനിക്ക് വേണ്ട. തന്റെ 3 രൂപ പിടിക്ക്. ഇതൊക്കെ എവിടുന്ന് വരുന്നോ എന്തോ എന്റെ ഭഗവാനെ. താൻ തന്റെ ജോലിയൊക്കെ പോടോ. എന്റെ പിശുക്ക മാഷേ, കാലത്തെ തന്നെ എന്തിനാ ആ പാവത്തിനെ വട്ടാക്കിയത്? പിന്നെ 2 രൂപ വെറുതെ കളയാൻ പറ്റുമോ? ആ 2 രൂപ കൊണ്ട് സാറ് വലിയ കോടീശ്വരനാവാൻ പോവല്ലേ? ഞാൻ കേറട്ടെ. ആൾക്കാരുടെ മുഷിപ്പ് കിട്ടുന്ന അല്ലാതെ വല്ല പ്രയോജനമുണ്ടോ? അർഹിക്കാത്തതൊന്നും ആർക്കും വെറുതെ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, കുടുംബക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് പോയി തൊഴുത് പ്രാർത്ഥിക്കാതെ എന്നെ കളിയാക്കാനായിട്ടാണോ താൻ ഇങ്ങോട്ട് വന്നത്? അയ്യോ അല്ല, ഞാനിന്ന് ലീവ് തന്നെയാ. പിന്നെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തരാന്ന് കരുതി നോക്കിയപ്പോ മാഷിങ്ങോട്ട് പോരുന്ന കണ്ടു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുതന്ന് കുട്ടികൾക്ക് സ്വീറ്റ്സും കൊടുത്തിട്ട് പോകാന്ന് കരുതി. എന്താ തെറ്റായിപ്പോയോ? ഏയ്, ഒരു തെറ്റുമില്ല. എങ്കിൽ പിന്നെ വേഗം താ, വായിക്കുരുചായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. തരാം, ധൃതി വെക്കാതെ വാ മാഷേ. ഹലോ, ഗുഡ് ഈവനിംഗ് ട്രിവാൻഡ്രം. വെൽക്കം ബാക്ക് ടു മീഡിയ അവാർഡ്സ് 2025. അടുത്തതായി ഈ വർഷത്തെ ഏറ്റവും മികച്ച ചാനലിനുള്ള പുരസ്കാര പ്രഖ്യാപനമാണ്. ഇന്നും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ സത്യസന്ധമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കുന്ന, ഒപ്പം നിലവാരമുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഇന്ദ്ര ടിവി. ഇന്ദ്ര ടിവിയുടെ MDയും ഞങ്ങൾ സ്ത്രീകൾക്ക് ആവേശവും അഭിമാനവും പ്രചോദനവുമായ പൂർണിമ ദേവൻ.
We heartily welcome Purnima Devan. എല്ലാവർക്കും നമസ്കാരം. എല്ലാ അംഗീകാരങ്ങളും ഒരുപാട് സന്തോഷം തരുന്ന തന്നെയാണ്. എന്റെ ഈ നേട്ടത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ ത്യാഗവും അധ്വാനവും ഉണ്ട്. എന്റെ അച്ഛനും ചെറിയച്ചമാരും എല്ലാം ഇന്ദ്ര ടിവിയെ ഇന്നത്തെ നിലയിലെത്തിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടതാണ്. ഒപ്പം ചാനലിലെ എല്ലാ സ്റ്റാഫിന്റെയും അധ്വാനവും അർപ്പണബോധവും ഈ സമയം ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇന്ദ്ര ടിവിയെ ഈ ഒരു അവാർഡിന് അർഹരാക്കി പ്രേക്ഷകരോട് കൂടി നന്ദി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ് അല്ലോ. മോളെ, ചെറിയച്ച ധ്വനിമോൾ എവിടെ? ചെറിയച്ച ധ്വനിമോൾ എവിടെ? അവൾ ഇവിടെ ഇരിക്കായിരുന്നല്ലോ. മോളെ, ധ്വനി. ഞാനിപ്പോ വേറൊരു സ്ഥലത്താ നിൽക്കുന്നത്. അത്യാവശ്യ കാര്യമായിട്ട് വന്നാ ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ. മോളെ, അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അവൾ വേറെ എവിടെ പോവാനാ? നമുക്ക് കണ്ടുപിടിക്കാം. മോളെ, മോളുടെ പേരൊന്ന് അനൗൺസ് ചെയ്താ പോരെ? അവൾക്ക് കേൾക്കാനും സംസാരിക്കാനും കഴിയത്തില്ല. ഓ, മോളെന്തിനാ ആരും കാണാതെ ഇങ്ങോട്ടേക്ക് വന്നത്? ധ്വനിമോളെ, ഇവിടെ വരാൻ. എന്താ കയ്യില്? കയ്യിൽ എന്താന്ന്? ഇതാ ആരെങ്കിലും തരുന്നൊന്നും വാങ്ങിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ കേക്കാത്തെ? വാ. നിന്റെ അടുത്ത് ധ്വനിമോളെ കാണാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ സഞ്ജയ്? ധ്വനിമോൾ ഇങ്ങോട്ട് വന്ന ഒരിക്കലും അവൾ അങ്ങനെ വരില്ല. നീ അവളെ എന്തോ കാണിച്ച് ഇങ്ങോട്ട് വരുത്തിയതാ. അച്ഛനെന്ന സ്ഥാനവും പറഞ്ഞ് വീണ്ടും വലിഞ്ഞേറി വരാൻ. ഇനിയും നീ ഇതേ രീതി ശ്രമിച്ച വിവരം അറിയും. പറഞ്ഞില്ലാന്ന് വേണ്ട.
രാവിലെ തന്നെ എവിടെ നിറങ്ങാൻ പോയിട്ട് കയറി വരുവാടി നീ? അപ്പച്ചി അത് അമ്മ ഇതാരോടെ ഈ ചോദിക്കുന്നത്? ഇവളല്ലേ ഇപ്പൊ നാട് ഭരിക്കുന്നത്, പിന്നെ തിരക്കുകൾ കാണാതിരിക്കൂ. ഇന്ന് ഉത്സവത്തിന് പോകാനുള്ള ഡ്രസ്സൊക്കെ തേച്ച് വെക്കണം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതൊന്നും ചെയ്യാതെ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? വാ തുറന്ന് പറയടി, ഊമയെ പോലെ നിക്കാതെ. ഡ്രസ്സെല്ലാം തേച്ച് വെച്ചിട്ടാ അപ്പച്ചി ഞാൻ പോയത്. കണ്ടോ അമ്മേ, ജോലി ചെയ്യാത്തതും പോരാഞ്ഞിട്ട് ഇവള് നമ്മളെ കള്ളിയാക്കുന്നത് കണ്ടില്ലേ? നാത്തൂൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ അവളുടെ തോന്നിവാസം? അതോ ഞാനും എന്റെ മോളും പറയുന്നതിൽ ഒരു വിലയും തരണ്ടെന്നാണോ? എന്താടി നാത്തും പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ? ഈ വീട്ടിലെ ജോലിയേക്കാൾ എന്ത് മല മറിക്കുന്ന പണിയാ നിനക്കുള്ളത്? എന്തിനാ എല്ലാവരും കൂടെ ദുർഗേച്ചി ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഇങ്ങനെ എല്ലാവരും കൂടെ ആക്രമിക്കാൻ മാത്രം എന്താ അവിടെ നടന്നത്? അഭി, നീ നിന്റെ കാര്യം നോക്ക്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എന്ന് കരുതി ഈ പാവത്തിന് എല്ലാവരും കൂടെ ഉപദ്രവിക്കുന്നത് കേട്ട് മിണ്ടാ നിൽക്കണോ ഞാൻ? എന്താ ചേച്ചി, എന്താ കാര്യം? എടാ ഞാൻ ആഹാ, അത് കൊള്ളാലോ. നിന്റെ അമ്മയും ഞാനും പറയുന്നതിനേക്കാളും വില നിനക്ക് എവിടെ വാക്കിനുണ്ടോ? ഗിരിജ, നല്ലൊരു ദിവസമായിട്ട് എന്തൊരു ബഹളാ ഇവിടെ. എല്ലാത്തിനും കാരണം ഇവളാ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ മോളെ, നീ കാര്യം പറ. ഇങ്ങോട്ട് മാറടാ. നിർത്തടി. നിന്റെ നുണക്കഥ ഈ വീട്ടിൽ ആരും വിശ്വസിക്കില്ല. വസുമതി, ഇവൾക്ക് പറയാനുള്ളത് ഇവള് പറയട്ടെ. അതുവരെ നീ ഒന്ന് അടങ്ങിയിരിക്കെ. എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ടാ അമ്മേ ഞാൻ പോയത്. വസുമതി, വസുമതി, ആരാടി നിന്റെ അമ്മ? എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ദുർഗ നിന്നെ അമ്മേന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റാണ്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ദ്രോഹം ചെയ്ത ഒരുത്തിയുടെ മകള് എന്നെ അമ്മയെന്ന് വിളിച്ചാ എനിക്കത് സഹിക്കില്ല. നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ വസുമതി. നാത്തൂൻ പറഞ്ഞാൽ എന്താ തെറ്റ്? എന്റെ സിന്ദൂരം മാച്ച് എന്നെ വിധവിയാക്കിയത് ഇവളുടെ അമ്മ ഒറ്റ ഒരുത്തിയാ. എന്റെ കണ്ണീരിന്റെ ഫലം കൊണ്ട് തന്നെയാ അവൾ പെട്ടെന്ന് അങ്ങ് പോയത്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ വസുമതി. ജയശ്രീയെ കുറിച്ച് അനാവശ്യം പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉള്ളത്? ഓഹോ, എന്റെ യോഗ്യത അറിയാതെയാണോ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നേ? എന്താ നിങ്ങളുടെ വായി നാക്കില്ലേ? അതോ നിങ്ങളുടെ മനസ്സിൽ ഇത് തന്നെയാണോ ഉള്ളത്? ഞാനൊന്നും പറയുന്നില്ല. ഒന്നും സംസാരിക്കാനുള്ള അവകാശം എനിക്കിവിടെ ഇല്ലല്ലോ. എല്ലാം എന്റെ വിധി. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്തവളാ നീ. ആ നിനക്ക് ദുർഗമോളുടെ അമ്മയാകാനുള്ള ഒരു യോഗ്യതയും ഇല്ല. അമ്മ ഇതുവരെ എവിടെയായിരുന്നു? എത്ര നേരമായി മോളെ കാത്തിരിക്കുന്നു. അമ്മയുടെ മോള് പിണങ്ങിയോ? മോക്ക് സങ്കടമായി. സങ്കടപ്പെടണ്ട കേട്ടോ. അമ്മയുടെ മനസ്സ് എപ്പോഴും എന്റെ പൊന്നുമോളുടെ കൂടെ തന്നെയാ. പക്ഷേ അമ്മ ഒരു പോലീസ് ആയതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കിയാ പോരാ. മോള് പോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളില്ലേ നമ്മുടെ നാട്ടില്. അവരെയെല്ലാം സുരക്ഷിതരാക്കി വെക്കേണ്ടത് അമ്മയുടെ കടമയാ. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യാനുണ്ട്. അതിനൊക്കെ അമ്മയെ സഹായിക്കേണ്ടതേ എന്റെ ദുർഗക്കുട്ടിയാ. ഇനി അമ്മയില്ലെങ്കിലും മോളെ വിഷമിക്കോ? ഇല്ല, എന്റെ അമ്മ പോലീസല്ലേ, കള്ളന്മാരെ പിടിക്കാനുള്ള ആള്. മോള് ഇനി വിഷമിക്കില്ല. മിടുക്കി കുട്ടി.
അമ്മ എന്നെ തനിച്ചാക്കി പോയത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരില് അമ്മ പഴി കേട്ടതുപോലെ ഞാനും ഇപ്പൊ ചെയ്യാത്ത തെറ്റിന്റെ പേരില് കുറ്റക്കാരിയാവുക. അതൊക്കെ ഞാൻ സഹിക്കാം. പക്ഷെ അമ്മയെ മോശക്കാരിയാക്കുന്നത് കണ്ടും കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്ക് എന്റെ അമ്മ നല്ലതാ, ഏറ്റവും നല്ലത്. എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നതെല്ലാം കണ്ട് മൂകസാക്ഷിയായിട്ട് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുള്ളൂ. ആദ്യമേ വസുമതിയെ നിലക്ക് നിർത്തണമായിരുന്നു. അവിടെയാ നിനക്ക് പിഴച്ചത്. എന്റെ ദുർഗയ്ക്ക് വേണ്ടിയാണ് രണ്ടാമതൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായത്. ഒരമ്മയുടെ സ്നേഹവും കരുതലും എന്റെ മോൾക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് അവളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയല്ലോ. നിന്റെ നിസ്സഹായാവസ്ഥ അറിയാനും നിന്നെ മനസ്സിലാക്കാനും കഴിവുള്ള ആള് തന്നെയാ നിന്റെ മകൾ. ഈശ്വരൻ നമുക്ക് തന്ന പുണ്യം. അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കും മോനെ. മോളെ, നീ എന്തിനാ മോളെ വിഷമിക്കുന്നേ? കരയാനും തോറ്റു കൊടുക്കാനും നിന്നാലേ അതിന് മാത്രമേ സമയം കാണൂ. എനിക്ക് സങ്കടമൊന്നുമില്ല മുത്തശ്ശി. എന്നെ തല്ലിയത് എന്റെ അമ്മ തന്നെയാ. അങ്ങനെയല്ലേ ഞാൻ കരുതുന്നേ? ഇതാ നിന്റെ കുഴപ്പം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കും. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല മോളെ. എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ട് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്ന എന്തിനാ? മോൾക്ക് അന്തസ്സുള്ളൊരു ജോലി, മാന്യമായ ശമ്പളവും ഉണ്ട്. ഈ വീട്ടിൽ നിന്ന് മാറി ഒരു ഹോസ്റ്റലിൽ വേണമെങ്കിലും താമസിക്കാലോ. ഇല്ല മുത്തശ്ശി, ഇതാ എന്റെ വീട്. ഇവിടെ ഉള്ളവരെല്ലാം സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. ഈ ഒരു ചിന്ത നിനക്ക് മാത്രം പോരല്ലോ, മറ്റുള്ളവർക്കും അത് വേണ്ടേ? എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ നീ രജനീകാന്തോ സുരേഷ് ഗോപിയൊന്നും അല്ലല്ലോ, ആണോ? എന്നെ ആരെങ്ങനെ കാണുന്നു എന്നത് ഞാൻ ചിന്തിക്കേണ്ടതില്ല. എന്റെ കടമ ഞാൻ ചെയ്യണം. എന്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നതും അതാ. നിന്റെ അമ്മയെ പോലെ ആയിരുന്നെങ്കിലേ എത്ര നന്നായിരുന്നു. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടിവാങ്ങി കരഞ്ഞു നിൽക്കുന്ന ആളായിരുന്നില്ല നിന്റെ അമ്മ. എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. സ്നേഹം കൊണ്ട് എല്ലാരെയും മാറ്റിയെടുക്കാമെന്ന വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അവരൊക്കെ എന്നോടിങ്ങനെ പെരുമാറുന്നതിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ഭാഗത്തും ന്യായമുണ്ട്. എല്ലാം ശരിയാകുന്നൊരു ദിവസം വരും, അതെനിക്ക് ഉറപ്പാ മുത്തശ്ശി. മോളെ, മോൾക്ക് അമ്മയുടെ പിണക്കാണോ? ഇനി വന്നേ. പിണങ്ങല്ലേടാ, അമ്മയ്ക്ക് മോള് മാത്രല്ലേ ഉള്ളൂ. ദേ നോക്കി, മോള് പിണങ്ങിയാലേ അമ്മയ്ക്ക് വിഷമാവും. എനിക്കറിയാം, അച്ഛൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റാത്തതല്ലേ മോളുടെ സങ്കടം. പക്ഷെ എന്റെ മോള് ഒന്നോർത്ത് നോക്കിക്കേ, ആ തിരക്കിൽ മോൾ ഒറ്റയ്ക്ക് പോയപ്പോ ആരെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിലേ അമ്മ എന്ത് ചെയ്തേനെ? എന്റെ മോക്ക് അമ്മയും അച്ഛനും എല്ലാം ഞാനാ, അല്ലേ? എനിക്കറിയാം, എന്റെ മോള് അമ്മയെ വിഷമിപ്പിക്കില്ല. ആഹാ, അമ്മയും മോളും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണോ? നമുക്ക് വീട്ടിൽ പോണ്ടേ? നമുക്ക് പോവാം.
സൗദാമിനിയമ്മയും കുടുംബം എത്തിയല്ലോ. ആരാ അത്? പണ്ട് ഈ ക്ഷേത്രം അവരുടെ കുടുംബക്ഷേത്രമായിരുന്നു, പിന്നെ അത് ദേശക്കാർക്ക് നൽകിയത്. എങ്കിലും ഇവിടുത്തെ പല ചടങ്ങുകൾക്കും അവരുടെ കുടുംബക്കാരെ തന്നെ ഉണ്ടാവണം. വാ നമുക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളൊക്കെ നേരത്തെ എത്തേണ്ടവരല്ലേ, എന്താ താമസിച്ചത്? ഇപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കി നടത്താൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളെ കണ്ടില്ല എന്ന് മനസ്സിൽ കരുതിയുള്ളൂ. ദേവി അസുരന്മാരെ നിഗ്രഹിച്ച് ഘോഷയാത്രയോടെ ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോ പായസ നിവേദ്യം സമർപ്പിക്കണ ചടങ്ങിന് ആദ്യം തിരികൊളുത്താൻ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കല്ലേ അവകാശം. അതിനൊന്നും ഒരു മുടക്കം ഉണ്ടാവില്ല തിരുമേനി. ചടങ്ങുകളെല്ലാം ദുർഗമോള് ഭംഗിയായി ചെയ്തോളും. എന്നാ പിന്നെ ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് നടത്തിക്കോളൂ. ഓ, എന്നാ നിങ്ങൾ അകത്തേക്ക് കയറിക്കോളൂ. ദേ കിരൺ ചേട്ടൻ വന്നല്ലോ. പായസത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങണ്ടേ? ഞാൻ വേണമെങ്കിൽ കല്ലക്കെടുത്ത് വെച്ച് സഹായിക്കാം. നിന്റെ സഹായം ഒന്നും ഇവിടെ ആർക്കും വേണ്ട കിരണേ. അതെ, എന്തിനാ നീ ഇങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ണാൻ വരും പോലെ വലിഞ്ഞു കയറി വരുന്നേ? കിരൺ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ താമസിക്കുന്നത്? അതുകൊണ്ട് വീട്ടിലെ അങ്ങാകണമെന്നുണ്ടോ? മോളില് വെറുതെ കിടക്കുന്ന മുറി അമ്മ വാടകയ്ക്ക് കൊടുത്തതിന്റെ പേരില് ഇവനെ ഒന്നും അങ്ങനെ അടുപ്പിക്കാൻ പറ്റില്ല. അത് നാത്തോൻ പറഞ്ഞ ശരിയാ. അച്ഛനാരാന്നറിയാതെ വളർന്നവനാ. ഇപ്പോഴാണെങ്കി അമ്മയും ഇല്ല. അതിന്റെയൊക്കെ കുഴപ്പം ഒരുപാടുണ്ട് ഇവന്. നിങ്ങളൊക്കെ എന്തിനായി മനുഷ്യരെ കാണാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുന്നേ? നീ മിണ്ടാതിരിക്കാബി. അതെ, അവൻ ചെറിയ വായിൽ വലിയ കാര്യങ്ങൾ പറയാൻ വന്നിരിക്കുന്നു. നീ നിന്റെ പാട് നോക്കി പോടെ ചേർക്ക. ഞങ്ങളുടെ കൂടെ അകത്തേക്കൊന്നും വരണ്ട. വാ വാ എല്ലാരും വാ. ദുർഗെ, നീ അവിടെ എന്ത് നോക്കി നിൽക്കുവാ? ഇങ്ങോട്ട് വന്നേ. ജയിച്ചേ ജയിച്ചേ പുരുഷോത്തമൻ ജയിച്ചേ. ജയിച്ചേ ജയിച്ചേ പുരുഷോത്തമൻ ജയിച്ചേ. എന്താ അവിടെ ആൾക്കൂട്ടം? ജാതി കണ്ടാന്ന് തോന്നല്ലേ? അതാ സഹകരണ ബാങ്കിന്റെ ഇലക്ഷന്റെ ആണെന്ന് തോന്നുന്നു. പുരുഷോത്തമന് അഭിവാദ്യങ്ങൾ. പുരുഷോത്തമന് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ. മനുഷ്യന്റെ സമയം വെറുതെ മെനക്കെടുത്താനായിട്ട് എന്താ ഇത്? ഒന്നിറങ്ങി വിഷ് ചെയ്തേക്ക്. പാർട്ടിക്കാരല്ലേ, ഇല്ലെങ്കിൽ പിന്നെ അത് മതി. ചെല്ലുമോളെ. മോളെവിടെ? ചെറിയ മോളെവിടെ? മോളെവിടെ? മോളെ 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 സഹദേവ മോളെ കാണുന്നില്ലല്ലോ. മോളെവിടെ? മോളെ മോളെ ധ്വനി മോളെ മോളെ നമുക്കേ പോയി തൊഴുതിട്ട് വരാം. അത് ശരിയാ. ദുർഗമോളെ, നമുക്ക് തൊഴാൻ പോകാം. ദുർഗ വരണ്ട. എല്ലാരും കൂടി പോയാ ഇതൊക്കെ ആര് നോക്കും? അവൾ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ പിന്നെ പോയി തൊഴുതോളാം. നീയും കൂടെ ചെല്ല്. ഇല്ല, പോയി തൊഴുതിട്ട് വാ. പോ. കിരൺ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? അവര് പറഞ്ഞതിനെ കുറിച്ച് ഓർത്താണോ? വിട്ടുകളയടോ. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ എന്താ. നമുക്ക് ആ കടകളുടെ ഭാഗത്തേക്ക് പോയാലോ? വരാം. ഇത് കൊള്ളാല്ലേ? ഈ ഹാരോ ഏയ് നിന്നെ പോലെ ഞാനല്ലത് നീയാ.
ആ അയ്യോ ദേ അവര് വന്നോന്ന് തോന്നുന്നു, ഞാൻ ചെല്ലട്ടെ. ഹലോ, നിങ്ങളുടെ മകള് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. 1 കോടി രൂപയുമായിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് എത്തണം. എവിടെയാ ഞങ്ങൾ വരണ്ടേ? നിങ്ങൾ പണം റെഡിയാക്കി വെക്കേ. ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ വിളിക്കുമ്പോ പറയാം. എന്താ മോളെ? ഹലോ ഹലോ മോളെ ആരാ മോളെ വിളിച്ചത്? എന്തുവാ? എന്താണ് പറയാം. മോളെ മോളെ എന്താ മോളെ, നീ കാര്യം പറയേ. നീ കാര്യം എന്തോന്ന് പറ. ധനിമോളെ ആരോ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കുവാ. കിഡ്നാപ്പോ? തിരിച്ചു തരാൻ 1 കോടി രൂപ കൊടുക്കണമെന്നാ പറയുന്നത് ഇപ്പൊ. ഞാൻ കമ്മീഷണർ ഒന്ന് വിളിക്കട്ടെ? അതൊക്കെ ശരിയാവോ? നമ്മുടെ കുഞ്ഞിന്റെ സേഫ്റ്റി അല്ലേ നോക്കട്ടെ. എടാ, നമ്മൾ പണം കൊടുത്താലും അവര് കുഞ്ഞിനെ തരണമെന്നില്ല. മോളെ വിളിക്ക. ശരിയാ, വിളിക്ക്, പോലീസിനെ വിളിക്ക്. ഹലോ പൂർണിമ, ടെൽ മീ. സർ, എന്റെ മോളെ ആരോ കിഡ്നാപ്പ് ചെയ്തു. വാട്ട്? 1 കോടി രൂപ റാൻസം മണി ചോദിച്ചപ്പോ വിളിച്ചിരുന്നു. എപ്പോഴാ, എങ്ങനെയാ സംഭവിച്ചത്? ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? പൂർണിമ പേടിക്കണ്ട, നമുക്കൊരു സ്പെഷ്യൽ ടീമുണ്ട്. അവര് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരും. ഓക്കെ സർ, പെട്ടെന്ന് വേണം. ഓക്കെ, താങ്ക് യു സർ. എല്ലാത്തിനും പിന്നിൽ ആ സഞ്ജയ് തന്നെയാ. ഓഡിറ്റോറിയത്തിൽ വെച്ച് അവൻ ശ്രമിച്ചതാ. അപ്പൊ നടക്കാത്തോണ്ടാവും അവ ഇങ്ങനെ ചെയ്തത്. നീ ഒന്ന് വണ്ടി കയറ്. വാ പൂർണിമ, വാ. നിക്കടി, നീ എവിടെ കറങ്ങി നടക്കായിരുന്നു? ഒരു 10 മിനിറ്റ് നിക്കാൻ പറഞ്ഞാ നിനക്ക് നിക്കാൻ വയ്യല്ലേ? അതെങ്ങനെയാ? തൊള്ളയുടെ സ്വഭാവമല്ലേ കാണിക്കൂ. അല്ലാതെ പറഞ്ഞ അനുസരിക്കാൻ അറിയില്ലല്ലോ. അതിന്റെ ഫലം ഇപ്പൊ കണ്ടില്ലേ? പൊങ്കാലക്കലം ആരോ പൊട്ടിച്ചല്ലോ. അയ്യോ, എന്റെ ദേവി, ഇനിയിപ്പോ എങ്ങനെ പൊങ്കാല വെക്കും? മുത്തശ്ശി, ഞാൻ പെട്ടെന്ന് പോയി കലം വാങ്ങിയിട്ട് വരാം. ഞാനും കൂടെ വരാം മോളെ. ഇല്ല വേണ്ട മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്ക്. അപ്പൊ അതൊക്കെ കിരൺ, ചേട്ടാ ഇനിയിപ്പോ വരാവേ. കിരൺ എന്റെ കൂടെ ഒന്ന് വരാവോ? എന്താണോ? അത് അത്യാവശ്യം. വാ പറയാം. സർ, ജെഡി, ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ സർ. സാർ, പുറകിലോട്ട് വെച്ചോ. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താൻ സാധിക്കുമോ? കയ്യിൽ വെപ്പൺസ് ഉണ്ടാവോ? ആന്റി, ഞാൻ ഇവിടെ നിൽക്കാമേ. ശൂല ഇതെവിടെ പോയി? പാവം കൊച്ച് നമ്മളെയൊക്കെ കണ്ട് പേടിച്ചിരിക്കാണെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞ ഡീലിങ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മോക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് തിരിച്ചു പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ മോളുടെ കാര്യം സ്വാഹ. ഇതെന്താടാ ഇത്രയും പറഞ്ഞിട്ട് ഒന്നും മിണ്ടാത്തത്? ആരാന്ന് ചെന്ന് നോക്കടാ.
ആ